എല്ലാവർക്കും വന്ദനം. കർത്താവായ യേശുവിൻ്റെ കൃപ ഇന്നു മുതൽ നിങ്ങളിൽ അധികമധികമായി വർദ്ധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. പ്രത്യേകിച്ച് നാളെ മുതൽ 12, 13, 14 ദിവസങ്ങളിൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 മുതൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. നാളെ മുതൽ വ്യാഴം, വെള്ളി, ശനിയാഴ്ച ഉച്ചയോടെ ആ പ്രാർത്ഥന അവസാനിക്കും. ഈ പ്രാർത്ഥനയിൽ എല്ലാവരും തന്നെ കടന്നു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അസാധാരണമായ ഒരു ദൈവിക വിടുതൽ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാപിച്ചേ മതിയാവും. പുതിയ ബലം, പുതിയ ശക്തി, പുതിയ കൃപ നമ്മൾ ഏറ്റെടുത്തേ മതിയാവും. മുന്നോട്ട് പോകാനുള്ള ബലം നമുക്ക് വേണം. അതിനുവേണ്ടിയാണ് എല്ലാ മാസത്തിൻ്റെയും ദശാംശം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൂരസ്ഥലങ്ങളിലുള്ളവർ ഈ സീസണിൽ ഞങ്ങളുടെ കൂടെ ഉപവസിക്കാം. എന്നാൽ ഓൺലൈനായിട്ട് നമ്മൾ വീഡിയോ പ്രോഗ്രാമൊന്നും ചെയ്യുന്നില്ല. പിന്നത്തേതിൽ ദൈവം അനുവദിച്ചാൽ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ദൈവം നമുക്ക് തരും. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഓർക്കുക. കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടി ഇരിക്കട്ടെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും നമുക്ക് നിറഞ്ഞേ മതിയാവും. ഏലിയാവ് സ്വർഗത്തിലെ അപ്പവും വെള്ളവും കുടിച്ച ശേഷം 2 പ്രാവശ്യം താൻ കഴിച്ചു. അതിനുശേഷം 40 ദിവസം പിന്നീട് ഒന്നും കഴിച്ചില്ലെന്ന്. അത് ഉപവാസമല്ല, കഴിക്കേണ്ട ആവശ്യം വന്നില്ല. അങ്ങനത്തെയൊക്കെ ഭക്ഷണം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ദൈവം എന്തെങ്കിലും തന്നാൽ പിന്നെ ആ ക്ഷീണം പിന്നെ വരില്ല. ഭക്ഷണം എന്തിനാ കഴിക്കുന്ന? ക്ഷീണം മാറാൻ വേണ്ടി. ഇതുപോലെ ദൈവം നമുക്കതിനുള്ള ബലവും ദൈവം നമുക്കതിനുള്ള കൃപയൊക്കെ തരും. അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈ കീഴെ നമ്മൾ താണിരിക്കണം. കർത്താവിൽ ആശ്രയിക്കാം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Kuş
തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 7 തൊട്ട് താഴോട്ട്. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ഈ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഒരു കാര്യം മനസ്സിലായി, മതനേതാക്കന്മാർക്കും ഒരു കാര്യം മനസ്സിലായി. ഇതിന്റെ പുറകിലൊരു ശക്തിയുണ്ട്, ഇതിന്റെ പുറകിലൊരു നാമമുണ്ട്. ഇതെന്താണ്? പത്രോസിന് അറിയത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ലെന്ന്. പത്രോസിന് അതൊരു വിഷയമേ അല്ല. ഒരിക്കൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് ജീവരക്ഷയ്ക്കായിട്ട് ഓടിയ ആളാണെന്ന് ഓർക്കണം. അതേ വ്യക്തി ഇതാ ഇപ്പോൾ പത്രോസായിട്ട് നിൽക്കുകയാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ നീ പത്രോസാകുന്നു എന്ന് പറഞ്ഞു. തള്ളിപ്പറഞ്ഞ് ഓടിയ ശേഷം യേശു ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വരുന്നുണ്ട്. ആ സമയത്ത് ബറയോന ശിമോനെ എന്ന് വീണ്ടും വിളിക്കുന്നുണ്ട്. ഉറപ്പിന്റെ വാക്ക് പറഞ്ഞപ്പോൾ പത്രോസ് എന്നും ആടിയപ്പോൾ ശീമോനെന്നും കർത്താവ് വിളിച്ചു. എന്നാൽ കർത്താവ് അവനെക്കുറിച്ച് പറഞ്ഞു, നീ ബറയോന ശിമോനാകുന്നു, നീ പത്രോസ്, നിനക്ക് കേഫ എന്ന് പേരാ, നിന്റെ പേര് മാറും. നിന്റെ ഉറപ്പിലാണ് നിന്റെ പേര് മാറുന്നത്, നിന്റെ ധൈര്യത്തിലാണ് നിന്റെ പേര് മാറുന്നത്, നിന്റെ വെളിപ്പാടിലാണ് നിന്റെ പേര് മാറുന്നത്, നിന്റെ അഭിഷേകത്തിലാണ് നിന്റെ പേര് മാറുന്നത്, നിന്റെ വചന നിശ്ചയത്തിലാണ് നിന്റെ പേര് മാറുന്നത്. അപ്പോൾ പത്രോസ് ഇപ്പോൾ ആരാണ്? ശീമോനല്ല, പത്രോസ്. അതാണ് അവിടെ വായിക്കുന്ന 8-ാം വാക്യം. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ വീട്ടിൽ സംസാരിക്കാറുണ്ടോ? ഇല്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിച്ചിടത്തെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട്. പൗലോസ് അതിനെക്കുറിച്ച് എടുത്തു പറയുന്നു, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കണം. ഇന്ന് ദൈവസഭകളിൽ ആത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുന്നില്ല. ആത്മനിറവുണ്ട്, എന്നാൽ ആത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു നല്ല തീരുമാനം നമുക്കിന്ന് പകലിൽ എടുക്കാം. ആത്മാവിൽ നിറഞ്ഞ്, കുടുംബത്തിൽ ഒരു വലിയ വഴക്കിന്റെ സാധ്യത വരുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ വ്യക്തികൾ സംസാരിച്ചാൽ ആ വഴക്ക് അവിടെ കെട്ടടങ്ങും. എത്ര വലിയ കലഹവും ഇല്ലാതെയാവും ആത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുമ്പോൾ. ജഡത്തിൽ നിറഞ്ഞ് സംസാരിക്കുമ്പോൾ ദ്വന്ദ്വപക്ഷം, വെറിക്കൂത്ത് എല്ലാം അവിടെ ഉണ്ടാകും. ഭിന്നത, അസൂയ, അതാണ് ജഡത്തിൽ നിറഞ്ഞ് സംസാരിക്കും. എന്നാൽ ആത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത
എല്ലാം പുറത്തു വരും. ചോദ്യം, എന്തിൽ നിറഞ്ഞാണ് ഞാനും നിങ്ങൾ സംസാരിക്കുന്നത്? നമുക്ക് വിശ്വാസത്തിന്റെ നായകൻ നമ്മെ പഠിപ്പിച്ചത് നോക്കാം. യേശു സംസാരിച്ചിടത്തെല്ലാം ജയമായിരുന്നു. യേശു സംസാരിച്ച ഇടത്തെങ്ങും യേശു പരാജയപ്പെട്ടിട്ടില്ല. യേശു നിശബ്ദനായി നിന്നപ്പോഴും യേശു ശക്തനായിരുന്നു. ആത്മാവ് നിറഞ്ഞ് നിശബ്ദനായി, ആത്മാവ് നിറഞ്ഞ് സംസാരിച്ചു, ആത്മാവ് നിറഞ്ഞ് കൽപ്പിച്ചു, ആത്മാവ് നിറഞ്ഞ് ഉപദേശിച്ചു, ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ ജീവിതം മുഴുവൻ ആത്മനിറവിൻ്റെ ജീവിതമായിരുന്നു. ഇതാ അത് കണ്ടു വളർന്ന പത്രോസ് ആത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി വിചാരപ്പെടേണ്ട. പറയാനുള്ളത് ആ നാഴികയിൽ പരിശുദ്ധാത്മാവ് തരും എന്ന് മർക്കോസ് 11 പറഞ്ഞിട്ടും എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് പലരും ഓർക്കും. ഉണ്ട് നമ്മിൽ, എന്നാൽ നാം അതിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നില്ല. ഓരോ ദിവസവും എഴുന്നേറ്റ് പാടിയും സ്തുതിച്ചും ബൈബിൾ വായിച്ചും നാം നിറഞ്ഞു നിൽക്കണം. ആത്മാവിൽ നിറഞ്ഞു നിൽക്കണം. ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന പത്രോസ് യോഹന്നാനും ചെന്നപ്പോഴാണ് മുടന്തൻ സൗഖ്യത്തിൽ നിറഞ്ഞത്. അതിനു മുമ്പ് അവൻ രോഗത്താൽ നിറഞ്ഞവനായിരുന്നു, ശാപത്താൽ നിറഞ്ഞവനായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയാണ് അവിടെ ഒരു ചരിത്രമുണ്ടാക്കിയത്. പത്രോസ് ആത്മാവിൽ നിറഞ്ഞവനായി അവരോട്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, അടുത്തത്, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. ഇവൻ ഇന്ന് സൗഖ്യമായത് ഞങ്ങൾ കാരണമല്ല. ഞങ്ങളെ കർത്താവ് അതിനായി ഉപയോഗിച്ചു. എന്നാൽ മരിച്ചവരിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ച യേശുക്രിസ്തുവിന്റെ, അവിടെ എടുത്തു പറയുന്ന നസ്രയനായ യേശുക്രിസ്തുവിന്റെ, യേശു നസ്രയനാണെന്ന് എല്ലാവർക്കും അറിയാം. പേരിൽ തന്നെ എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ അപമാനിക്കപ്പെട്ടോ, എവിടെ ദരിദ്രനായി ജീവിച്ചോ, അതൊക്കെയാണ് നസ്രയൻ. യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നു. നസ്രായൻ എവിടെ ജീവിച്ചു, എങ്ങനെ ജീവിച്ചു? അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടത്, നമ്മൾ നിമിത്തം നസ്രായൻ ദരിദ്രനായി ജീവിച്ചു. ഇനി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ തെളിവ്, യേശു ക്രിസ്തു നസ്രായൻ. ആരാണവൻ? നിങ്ങൾ ക്രൂശിച്ചു, എന്നാൽ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. നിങ്ങൾക്ക് ക്രൂശിക്കാൻ കഴിഞ്ഞു, എന്നാൽ ദൈവം അതിനെ തടഞ്ഞില്ല. കാരണം ദൈവം ഉയർപ്പിക്കുന്നവനാണ്. തൻ്റെ പരിശുദ്ധൻ ദ്രവത്വം കാണാൻ അവൻ സമ്മതിക്കില്ല എന്ന് പ്രവാചകനായ ദാവീദ് രാജാവ് എഴുതി വെച്ചതിൻ്റെ നിവൃത്തിയാണ്. നിങ്ങൾ അവന് ദ്രവത്വം കാണും എന്ന് നിങ്ങൾ വിചാരിച്ചു, കല്ലറയിൽ വെച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധൻ ജീർണിച്ചില്ല, അഴുത്തില്ല, പുഴുത്തില്ല. ദ്രവത്വം കാണാൻ അവൻ സമ്മതിച്ചില്ല. മരണപാശങ്ങളെ അഴിച്ചുവിട്ടു. മരണത്തിൻ്റെ കയറുകളെ ദൈവം അഴിച്ചു കളഞ്ഞു. ഇതെല്ലാം കേൾക്കുമ്പോൾ മരണത്തിൻ്റെ കയറിനെ അഴിക്കാൻ കഴിവുള്ള ഒരുവനാണ് നിങ്ങളെ ഈ കൃപയിലേക്ക് വിളിക്കുന്നത് എന്ന സത്യം അറിയണം. സൗഖ്യമാക്കാൻ കഴിയുന്നവൻ, ഏത് തകർന്ന വ്യക്തിയെയും പണിയാൻ കഴിയുന്നവൻ, മരണത്തിനപ്പുറവും ജീവിതം കൊടുക്കുവാൻ മതിയായവൻ നമ്മെ ഈ കൃപയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് കേൾക്കുന്ന എത്ര പേര്, യേശുവേ എനിക്ക് അങ്ങേ വേണം, മരണത്തിൽ നിന്ന് പുറത്തു വന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള രക്ഷ എനിക്ക് വേണം, സൗഖ്യം എനിക്ക് വേണം, വിടുതൽ എനിക്ക് വേണം
ഈ നാമത്തിൽ സൗഖ്യമുണ്ട്, ഈ നാമത്തിൽ വിടുതലുണ്ട്, ഈ നാമത്തിൽ ഉയർച്ചയുണ്ട്. നഷ്ടങ്ങൾ ലാഭമാകും, വിലാപങ്ങൾ നൃത്തമാകും. രട്ടഴിച്ച് ഉത്സവ വസ്ത്രം ധരിപ്പിക്കപ്പെടും ഈ നാമത്തിൽ. നിങ്ങൾ ക്രൂശിച്ച അതേ യേശുവിൻ്റെ നാമത്തിൽ നടന്ന വിടുതലാണ്. ഈ നാമത്തിൽ പറഞ്ഞാൽ വിടുതലുണ്ട്. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ നാമത്തിൽ അത്ഭുതം നടക്കുന്നു. തീർന്നു പോയ ഒരു നാമമല്ല, മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ മഹിമയിൽ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മുടന്തന് ഉപകാരമുണ്ടായത്. അവിടെ 9-ാം വാക്യത്തിൽ ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം, ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി. ഉപകാരം. ഈ നാമത്തിൽ ഉപകാരമുണ്ട്. ഈ നാമത്തിൽ വലിയ ഉപകാരങ്ങൾ, വലിയ കടക്കണികൾ മാറിപ്പോകും. ഉപകാരമുണ്ടാകും. ഈ നാമത്തിൽ വലിയ ഉപകാരങ്ങൾ ഉണ്ടാകും. ഏത് ബലഹീന മനുഷ്യനെയും ശക്തീകരിക്കും. ഏത് തകർന്നവനെയും തളർന്നവനെയും മനസ്സുമെടുത്തവനെയും പുറത്തു കൊണ്ടുവരും. ഏത് ബലഹീനനെയും ശക്തീകരിക്കും. അവൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരും. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കും. ഏത് മനുഷ്യനെയും ബലപ്പെടുത്തും. ഏത് മനുഷ്യനെയും കൃപാവരങ്ങളാൽ നിറയ്ക്കും. ഏത് മനുഷ്യൻ്റെയും മാനസിക ബലം വർദ്ധിപ്പിക്കും. ഏത് കുടുംബത്തിലും വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. ഏത് മാനസിക രോഗിയും സൗഖ്യമാകും. എല്ലാ ഡിപ്രഷനും വിട്ടുമാറും ഈ നാമത്തിൽ. ഒരു ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം യേശു ക്രിസ്തുവിലൂടെ നസ്രയനായ, നിങ്ങൾ ക്രൂശിച്ച നസ്രയത്തുകാരനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ബലഹീന മനുഷ്യന് ഉപകാരമുണ്ടായി. പത്രോസ് എഴുന്നേറ്റ് പറയുകയാണ്. അവനിതൊരു ഊഹാബോഹത്തിൽ പറയില്ല, വ്യക്തമായിട്ട് കാര്യം അറിയാം. അവൻ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇതെല്ലാം നടന്നത്. മോശെ അബ്രഹാമിനെ ഒന്നും അവിടെ ഉയർത്തി പറയുന്നില്ല. ഒരേ ഒരു നാമത്തെ പത്രോസ് ഉയർത്തുകയാണ്. നിങ്ങൾ ക്രൂശിച്ചു, എന്നാൽ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണിത് സംഭവിച്ചത്. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഈ നാമത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക. ചില ഉപകാരങ്ങൾ വീടുകളിൽ കാണാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ വലിയ ഉപകാരങ്ങൾ ഈ നാമത്തിൽ സംഭവിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ വലിയ ഉപകാരങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കട്ടെ. വർഷങ്ങളായി കാണാത്ത ചില വിടുതലുകൾ നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു വരട്ടെ. ഇത് പറയുമ്പോൾ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഉപകാരങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വന്ന് കയറട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ശരീരങ്ങൾ സ്വതന്ത്രമാകട്ടെ. മാനസിക ബലം ഉണ്ടാകട്ടെ. ശാരീരിക സൗഖ്യം തല മുതൽ പാദം വരെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. കൃപയുടെ നദി ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. സാമ്പത്തിക വഴികളെല്ലാം തുറന്നു വരട്ടെ. അടഞ്ഞ വാതിലുകൾ തുറന്നു വരട്ടെ. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത് സംഭവിക്കും. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ നാമത്തിൽ വിടുതൽ ഉറപ്പാണ്. കർത്താവിൽ നമുക്ക് അടിയുറച്ച് ആശ്രയിക്കാം, വിശ്വസിക്കാം. ഒന്നും കൂടി അനൗൺസ് ചെയ്യുന്നു. നാളെ രാവിലെ മുതൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന 12, 13, 14 തീയതികളിൽ നടക്കുന്നു. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 കടന്നു വരിക. നേരിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപകളാൽ ജ്വലിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എല്ലാ വിടുതലുകളും നമുക്ക് ഒരുമിച്ച് പ്രാപിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു.